സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് സെലക്ട് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പം നാളെ പരീക്ഷയുള്ളവരും മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് പുല്ലമ്പാറ പഞ്ചായത്താണ്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്താണ് ജലസംരക്ഷണത്തിലെ രാജ്യത്തെ മികച്ച പഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. PG ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. PG ദേശീയ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ റോമീല ഥാപ്പറാണ്. പ്രൊഫസർ റോമീല ഥാപ്പറാണ് PG ദേശീയ പുരസ്കാരത്തിന് അർഹനായത്. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NK പ്രേമചന്ദ്രനാണ്. NK പ്രേമചന്ദ്രൻ. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള സർക്കാരിന്റെ പദ്ധതി. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയാണ് ഇ-മോചൻ ക്ലിനിക്കുകൾ. ഇ-മോചൻ ക്ലിനിക്കുകൾ. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത്. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് അർഹനായത് PV ചന്ദ്രനാണ്. PV ചന്ദ്രൻ. ഈ അടുത്ത കാലത്ത് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റ് ഏതാണ്? അടുത്ത കാലത്ത് ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ചുഴലിക്കാറ്റാണ് ഡാന. ചുഴലിക്കാറ്റിന്റെ പേര് ഡാന. എവിടെയൊക്കെയാണ്? ഒഡീഷ, പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതി ആരാണ്? ഇന്ത്യയിലെ മാലദ്വീപ് സ്ഥാനപതി ഐശാന്ത് അസീമയാണ്. ഐശാന്ത് അസീമ. തീരരക്ഷാസേന മേധാവിയായിട്ട് ചുമതലയേറ്റത്. തീരരക്ഷാസേന മേധാവി പരമേശ് ശിവമണിയാണ്. പരമേശ് ശിവമണിയാണ് തീരരക്ഷാസേന മേധാവിയായിട്ട് ചുമതലയേറ്റത്. ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം ലാഹോറാണ്. പാകിസ്ഥാനില് ലാഹോറാണ് ലോകത്തിലെ ഏറ്റവും വായുമലിനീകരണമുള്ള നഗരം. സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. സംസ്ഥാനത്തെ ആദ്യത്തെ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസ് ആയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ആണ്. മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ ജയേഷ് പുളിമാത്താണ്. സന്ധ്യ ജയേഷ് പുളിമാത്ത്. ദയാവധം എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ വർഷത്തെ ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് സന്ധ്യ ജയേഷ് പുളിമാത്ത്. നോവലിന്റെ പേര് ദയാവധം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരത്തിന് അർഹയായത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരത്തിന് അർഹയായത് നീതു ഡേവിഡ് ആണ്. നീതു ഡേവിഡ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ ആണ്. ജസ്റ്റിസ് നിതിൻ ജാംദാർ. G20 2024 അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. G20 2024 അധ്യക്ഷ സ്ഥാനം ബ്രസീലാണ്. ബ്രസീൽ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത്. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറാണ് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവറിന്റെ പേര് പ്രഗ്യാൻ. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര്. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയുടെ പേര് അമൃതം ആരോഗ്യം എന്നതാണ്. അമൃതം ആരോഗ്യം. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല.
യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല വിശ്വഭാരതി സർവകലാശാലയാണ്. വിശ്വഭാരതി സർവകലാശാല. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാക്കുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഏത്? ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാക്കുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് ഇടമലക്കുടി വില്ലേജാണ്. ഇടമലക്കുടി. നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2023 സെപ്റ്റംബർ 28-നാണ്. 2023 സെപ്റ്റംബർ 28. യുനെസ്കോയുടെ 46ാമത് ലോക പൈതൃക സമിതി യോഗത്തിന് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയായത്? 46ാമത് വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിക്ക് വേദിയായത് ഭാരത് മണ്ഡപം ന്യൂഡൽഹിയാണ്. ഭാരത് മണ്ഡപം ന്യൂഡൽഹി. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ് ഏതാണ്? 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പാണ് 6A. 6A. 2024 ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത്? 2024 ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ വേൾഡ് സ്പേസ് അവാർഡിന് അർഹനായത് എസ് സോമനാഥാണ്. എസ് സോമനാഥ്. 2024 ലോക്മാന്യ തിലക് നാഷണൽ അവാർഡിന് അർഹയായത്? 2024 ലോക്മാന്യ തിലക് നാഷണൽ അവാർഡിന് അർഹയായത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി. കർണാടകയിലെ രാമനഗര ജില്ലയുടെ പുതിയ പേര്? കർണാടകയിലെ രാമനഗര ജില്ലയുടെ പുതിയ പേര് ബംഗളൂരു സൗത്ത് എന്നാണ്. ബംഗളൂരു സൗത്ത്. 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി? 2024 നാറ്റോ ഉച്ചകോടിയുടെ വേദി വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC. സപ്ലൈകോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത്? സപ്ലൈകോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേറ്റത് PB നൂഹ് ആണ്. PB നൂഹ്. യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ആസാമിലെ പിരമിഡ് മാതൃകയിലുള്ള ശവകുടീരങ്ങൾ? യുനെസ്കോ പൈതൃക പട്ടികയിൽ ഇടം നേടിയ എവിടത്തെയാണ്? ആസാമിലെ പിരമിഡ് മാതൃകയിലുള്ള ശവകുടീരങ്ങൾ ചരൈദിയോ മൈതാമാണ്. ചരൈദിയോ മൈതാം. ഇന്ത്യയുമായി സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യം? ഇന്ത്യയുമായിട്ട് സാംസ്കാരിക സ്വത്തവകാശ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് USA ആണ്. USA. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം? അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്ര. അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം എഴുതിയത്? പുസ്തകത്തിന്റെ പേര് അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ. MK സാനുവാണ്. MK സാനു. 2024 കേന്ദ്ര ബജറ്റിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതി ഏതാണ്? 2024 കേന്ദ്ര ബജറ്റിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള ദീർഘകാല സമ്പാദ്യം പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയാണ് NPS വാത്സല്യ. പദ്ധതിയുടെ പേര് NPS വാത്സല്യ. 2024 കേന്ദ്ര ബജറ്റിൽ ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതി? 2024 കേന്ദ്ര ബജറ്റിൽ ഗോത്ര മേഖലയിലെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ച പദ്ധതിയാണ് പ്രധാൻ മന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. പ്രധാൻ മന്ത്രി ജൻജാതീയ ഉന്നത് ഗ്രാമ അഭിയാൻ. ഊർജ മേഖലയുടെ വികസനത്തിന് സ്വകാര്യ മേഖലയുമായി ചേർന്ന് രാജ്യത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആണവ റിയാക്ടറുകൾ അറിയപ്പെടുന്നത്? ഊർജ മേഖലയുടെ വികസനത്തിന് സ്വകാര്യ മേഖലയുമായിട്ട് ചേർന്ന് രാജ്യത്ത് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ആണവ റിയാക്ടറുകൾ അറിയപ്പെടുന്നത് ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്നാണ്. ഭാരത് സ്മോൾ റിയാക്ടറുകൾ. ജില്ലകളുടെ ഒരു തനത് ഉൽപ്പന്നത്തെ വൈവിധ്യങ്ങളോടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രധാനമന്ത്രി ഏകതാ മാൾ കേരളത്തിൽ എവിടെയാണ് ആരംഭിക്കുന്നത്? പ്രധാനമന്ത്രി ഏകതാ മാൾ
തിരുവനന്തപുരത്താണ്, തിരുവനന്തപുരം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ രാജ്യത്താദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാനം. അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെ രാജ്യത്താദ്യമായിട്ട് മാർഗരേഖ പുറത്തിറക്കിയത് കേരളമാണ്. 2024 വയലാർ അവാർഡിന് അർഹനായത് 2024 വയലാർ അവാർഡിന് അർഹനായത് അശോകൻ ചെരുവിലാണ്, അശോകൻ ചെരുവിൽ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ റെഹത്കർ ആണ്, വിജയ കിഷോർ റെഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാനായിട്ട് നിയമിച്ചത് ആരെയാണ്? സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ ആണ്, ജസ്റ്റിസ് ബി സുധീന്ദ്രകുമാർ. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതി. ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ഓർഡർ ഓഫ് ഫിജി ലഭിച്ച ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഭിന്നശേഷിക്കാർക്കായുള്ള സംസ്ഥാന കമ്മീഷണറായിട്ട് നിയമിതനായത്. ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള സംസ്ഥാന കമ്മീഷണറാണ് PT ബാബുരാജ്, PT ബാബുരാജ്. 2024 ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ ഏതാണ്? 2024 ഒക്ടോബറിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കോർപ്പറേഷൻ കോഴിക്കോട് കോർപ്പറേഷനാണ്, കോഴിക്കോട് കോർപ്പറേഷൻ. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ. ബാങ്ക് ഓഫ് ബറോഡയുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ സച്ചിൻ ടെണ്ടുൽക്കർ ആണ്, സച്ചിൻ ടെണ്ടുൽക്കർ. 2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം KS ചിത്ര, ഉത്തം സിംഗ് എന്നിവർക്കാണ്, KS ചിത്ര, ഉത്തം സിംഗ് എന്നിവർക്കാണ് 2024 ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ മില്ലറ്റ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. 2024 ഫെമിന മിസ് ഇന്ത്യ പട്ടം നേടിയത്. 2024 ഫെമിന മിസ് ഇന്ത്യ പട്ടം നേടിയത് നികിത പോർവാളാണ്, നികിത പോർവാളാണ് 2024 ഫെമിന മിസ് ഇന്ത്യ പട്ടം നേടിയത്. KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി. KSEBയുടെ പഴയ ലൈനുകളും പോസ്റ്റുകളും മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് ധ്രുതി. പദ്ധതിയുടെ പേര് ധ്രുതി. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡറായിട്ട് നിയമിതയായത്. ദേശീയ സൈബർ സുരക്ഷാ അംബാസിഡർ രശ്മിക മന്ദാനയാണ്, രശ്മിക മന്ദാന. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയത്തിന്റെ 2023-24 സ്പാർക്ക് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയത് കേരളമാണ്. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും ട്രെയിനുകളിലും മറ്റും ഒറ്റപ്പെട്ട നിലയിൽ കണ്ടെത്തുന്ന കുട്ടികളെ രക്ഷിക്കുന്ന പദ്ധതിയാണ് നൻഹെ ഫരിസ്തെ, നൻഹെ ഫരിസ്തെ. രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് എന്നാണ്? രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നത് 2024 ജൂലൈ 1 2024 ജൂലൈ 1. MT വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ 9 സിനിമകളുടെ സമാഹാരമായി പുറത്തിറങ്ങിയ ആന്തോളജി സീരീസ് ഏതാണ്? മനോരഥങ്ങളാണ്. തിരക്കഥ MT വാസുദേവൻ നായർ. സീരീസിന്റെ പേര് മനോരഥങ്ങൾ. 2024 പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ വനിത. 2024 പാരീസ് ഒളിമ്പിക്സിലെ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയ വനിത മനു ഭാക്കർ ആണ്, ഷൂട്ടിംഗ് താരം മനു ഭാക്കർ. ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്നും ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ഇന്ത്യയുടെ ഗഗൻയാൻ യാത്രികരിൽ നിന്നും ആദ്യ ബഹിരാകാശ യാത്ര നടത്താൻ തിരഞ്ഞെടുത്തത് ശുഭാംശു ശുക്ലയാണ്, ശുഭാംശു ശുക്ല. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി. കേന്ദ്ര സർക്കാരിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത്.
2024 പാരീസ് ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത്. 2024 MS സ്വാമിനാഥൻ പരിസ്ഥിതി സംരക്ഷണ അവാർഡിന് അർഹനായത് ആനന്ദ് ദർശൻ ശങ്കറാണ്. 2024 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ പ്രമേയം. 2024 രാജ്യാന്തര യോഗാ ദിനത്തിന്റെ പ്രമേയം യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി എന്നാണ്. യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി. ഈ വർഷത്തെ വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹരായത് അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ അംബ്രോസ്, ഗാരി റഫ്കിൻ എന്നിവരാണ്. മൈക്രോ RNAയുടെ കണ്ടുപിടുത്തത്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത്. അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ അംബ്രോസ്, ഗാരി റഫ്കിൻ. ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ കോടതി ആരംഭിച്ച ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. പാരാലിമ്പിക്സിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം അവ്നി ലേഖ്രയാണ്. എത്ര മീറ്റർ ആണ്? 10 മീറ്റർ എയർ റൈഫിൾ ഷൂട്ടിങ്ങിൽ. ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ബാലവേലയുള്ള സംസ്ഥാനം തെലങ്കാന. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. അംബികാസുധൻ മങ്ങാടിന്റെ ഏറ്റവും പുതിയ നോവൽ ഏതാണ്? നോവലാണ് അല്ലോഹലൻ എന്നത് ആരുടെ നോവലാണ്? അംബികാസുധൻ മങ്ങാട്. ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡറായി പ്രവർത്തിക്കുന്നത്. KJ യേശുദാസ്. കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സ്ത്രീകളുടെ മാനസിക ആരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഹോമിയോ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സീതാലയം. സ്ത്രീകളുടെ മാനസികാരോഗ്യവും സാമൂഹിക ആരോഗ്യവും ഉറപ്പുവരുത്താൻ സംസ്ഥാന ഹോമിയോ വകുപ്പ് ആരംഭിച്ച പദ്ധതി സീതാലയം. ദേശീയ വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ ഹീരാലാൽ സമരിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി ഹരി നായർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ പ്രീതി സുധാൻ. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിന്റെ സർവേ നടത്തിയ ആപ്പ് ഏതാണ്? ശൈലി ആപ്പ്. ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നഗരസഭ കൊട്ടാരക്കര. 2024 ജനുവരിയിൽ ഇന്ത്യയുമായി വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം. 2024 ഇന്ത്യയുമായിട്ട് വൈദ്യുതി കരാറിൽ ഒപ്പിട്ട അയൽ രാജ്യം നേപ്പാൾ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. 2024 ജനുവരിയിൽ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത് പ്രൊഫസർ ബി ആർ കമ്പോജ് ആണ്. 2024 ജനുവരിയിലെ MS സ്വാമിനാഥൻ പുരസ്കാരം നേടിയത്. കേരള ഡിജിറ്റൽ സർവകലാശാല സ്വന്തമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസ്സറാണ് കൈരളി. പ്രോസസ്സറിന്റെ പേര് കൈരളി. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയം. 2024 ലോക തണ്ണീർത്തട ദിന പ്രമേയമാണ് വെറ്റ്ലാൻഡ്സ് ആൻഡ് ഹ്യൂമൻ വെൽബീയിങ് എന്നത്. 2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം.
2024 ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണോപഗ്രഹം ഇൻസാറ്റ് 3DS എന്നതാണ്. ഇൻസാറ്റ് 3DS. GST കൗൺസിൽ ചെയർമാൻ നിർമ്മല സീതാരാമൻ ആണ്. നിർമ്മല സീതാരാമൻ. 2026 ലോകകപ്പ് എവിടെ വെച്ചാണ് നടക്കുന്നത്? 2026 ലോകകപ്പ് നടക്കുന്നത് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിൽ വെച്ചാണ്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്നത് കൊൽക്കത്തയിലാണ്. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024 ക്രിട്ടിക്സ് ചോയ്സ് അവാർഡ്സിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഓപ്പൺഹേമർ ആണ്. ഓപ്പൺഹേമർ. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ച പക്ഷി. ഇന്ത്യൻ വ്യോമസേനയുടെ പതാകയിൽ ഇടം പിടിച്ചത് ഹിമാലയൻ പരുന്താണ്. ഹിമാലയൻ പരുന്ത്. 2024 ഇന്ത്യയുടെ എത്രാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്? 2024 ഇന്ത്യയുടെ 78ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിച്ചത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോ F64 വിഭാഗത്തിൽ സ്വർണം നേടിയത് സുമിത് ആൻറ്റിൽ ആണ്. സുമിത് ആൻറ്റിൽ. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ജാവലിൻ ത്രോ F64 വിഭാഗത്തിൽ സ്വർണം നേടിയത് സുമിത് ആൻറ്റിൽ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ നഗരം ഏതാണ്? സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനത്തെ ആദ്യ നഗരം മൂവാറ്റുപുഴയാണ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. 2024 സെപ്റ്റംബറിൽ ബലാത്സംഗ കുറ്റത്തിനും വധശിക്ഷ വരെ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ പാസാക്കിയ സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ബില്ലിന്റെ പേര് അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024. അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ 2024. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന മികച്ച രീതിയിൽ നടപ്പാക്കുന്നതിനായി ദേശീയ അവാർഡ് നേടിയ സംസ്ഥാനം കർണാടകയാണ്. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന മികച്ച രീതിയിൽ നടപ്പാക്കിയതിനായി ദേശീയ അവാർഡ് നേടിയ സംസ്ഥാനം കർണാടക. അടുത്ത ചോദ്യം. 2024 ഫെമിന മിസ് ഇന്ത്യൻ കിരീടം നേടിയത് നികിത പോർവാൾ ആണ്. നികിത പോർവാൾ. കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം കുട്ടനാടാണ്. ബ്ലൂ കാർബൺ. കേരളത്തിലെ പ്രദേശം ഏതാണ്? കുട്ടനാട്. ലോകത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യം. ലോകത്തിലെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യമാണ് പോളാരിസ് ഡോൺ മിഷൻ. പോളാരിസ് ഡോൺ മിഷൻ. ഹരിയാന മുഖ്യമന്ത്രി ആരാണ്? ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ്. നയാബ് സിംഗ് സൈനി. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. 51ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ്. ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രേഷണം ആരംഭിക്കുന്ന റേഡിയോ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രക്ഷേപണം ആരംഭിക്കുന്ന റേഡിയോ ആണ് ഹരിവരാസനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായി കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭം. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ ക്ഷേമത്തിനും പദ്ധതികളുടെ നിർവഹണത്തിനുമായിട്ട് കേരള സർക്കാർ നടത്തുന്ന സാമൂഹിക ശാക്തീകരണ സംരംഭമാണ് ഉന്നതി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. കുടുംബങ്ങളുടെ സന്തോഷ സൂചിക ഉയർത്തുന്ന ഹാപ്പി കേരള പദ്ധതിയുടെ ഭാഗമായ ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീയാണ്. ഹാപ്പി കേരള പദ്ധതിയുടെ പേര് ഹാപ്പി കേരള. ഹാപ്പിനെസ് കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് കുടുംബശ്രീ. ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ്? ഒരു മതവിശ്വാസവും ഭരണഘടനയ്ക്ക് അതീതമല്ലെന്ന് പ്രഖ്യാപിച്ചത് കേരള ഹൈക്കോടതി.
ചന്ദ്രനിലേക്ക് നേരിട്ട് പറക്കാനും ഇന്ത്യക്കാരെ ചന്ദ്രനിൽ ഇറക്കി തിരിച്ചെത്തിക്കാനും ISRO ഒരുക്കുന്ന കൂറ്റൻ റോക്കറ്റ്. സൂര്യ. റോക്കറ്റിന്റെ പേര് സൂര്യ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്, വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി. വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ വിക്കറ്റ് നേടിയ ആദ്യത്തെ മലയാളിയാണ് ആശാ ശോഭന. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.